ഇതാണോ? ഇതല്ല, അപ്പുറത്താണ്. അവിടെ അല്ല, അവിടെ പട്ടി ഉണ്ടല്ലോ സാറേ. പട്ടിയൊന്നുമില്ല, ധൈര്യമായിട്ട് പോയി. പട്ടിക്ക് നമ്മുടെ ബാങ്കിൽ ലോണുണ്ട്. പട്ടിക്കും പൂച്ചക്കൊന്നും വേണ്ട, ആദ്യം ഇവനൊന്ന് കയറി കിടക്കട്ടെ. അതാണ് ആദ്യം വേണ്ടത്. വാസുട്ടേ, വാസുട്ടേ, ആ ബാങ്കിൽ നിന്ന് അജിത്ത് വന്നിട്ടുണ്ട്. വാ. സാറേ നമസ്കാരം. നമുക്ക് അതിരിക്കാം. വേണ്ട, നമുക്ക് പുറത്തിരിക്കാം. അല്ല അതിരിക്കാതെ. അതെയോ? സാർ നമുക്ക് പുതിയ വീടൊക്കെ മേടിച്ചിട്ട് അസോട്ടെ, ഇതാണ് ഞാൻ പറഞ്ഞ ഓൺലൈൻ ബാങ്കിന്റെ PRO. നമുക്ക് ഇന്നലെ നിങ്ങൾ 10,000 രൂപ പെട്ടെന്ന് അടച്ചുകൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റും. പെട്ടെന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്തു. നമുക്ക് ഇനി ചെയ്യേണ്ട വെച്ചാൽ നിങ്ങളെ കുറച്ച് ഫില്ലപ്പ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൂടെ അറിയണം. ഫില്ല് ഓക്കെ. പേര് വാസു. പേര് വാസുട്ടി. ഇൻഷ്യൽ എന്താണ്? ഇൻഷ്യൽ എന്താണ്? ഇനീഷ്യല് വട്ടപ്പറമ്പ്. അയ്യല്ല, ചെല്ലപ്പൻ. അത് ശരിയാണല്ലേ? ഉറപ്പുണ്ടോ? അപ്പൊ കൺഫേം ചെയ്തോ? സി എന്നല്ലേ? ഓക്കെ. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ്, ID കാർഡ്? ആധാറുണ്ട്, പക്ഷെ വേറെ കുഴപ്പമുണ്ട് സാറേ. അതിലാ വാസൂട്ടി എന്നുള്ളതിൽ ലേശം തെളിച്ചം കമ്മിയുണ്ട്. ആ സൂട്ടിന്ന് ഇപ്പൊ കിട്ടുന്നുള്ളൂ ശരിക്കും വായിക്കാൻ. പേരിലൊന്നും കാര്യമില്ല. നമ്പർ ഉണ്ടല്ലോ? നമ്പറുണ്ട്. അത് മതി. പിന്നെ വോട്ടർ ID അത് വേണ്ടല്ലോ. അത് പിന്നെ ഫോട്ടോ ഒരു തെളിച്ചില്ല അല്ലേ? അല്ല, നിങ്ങളല്ലേ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോൺ അറേഞ്ച് ചെയ്യണം. പിന്നെ അജിത്തേ, ഇത് മുഴുവൻ ചോദിച്ച് എഴുതി എടുത്തു കഴിഞ്ഞിട്ട് അവസാനം സിബിൽ ഉണ്ടെന്ന് പറയൂ. അല്ല, ഈ ബാങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. സിവിലിന്റെ പ്രശ്നം അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. അത് നിങ്ങൾ നോക്കണ്ട, അത് കാര്യം നോക്കണ്ട. മല്ലികേ, സുന്ദരനായിട്ടുണ്ടല്ലോ. അടിപൊളി. നമ്പർ എഴുതണം. സാറേ 12 നമുക്ക് വേണ്ടത്. 12 ആണല്ലേ? അല്ല, 12 ആണ് കേട്ടോ സാറേ. 12 ഞാൻ പറഞ്ഞിട്ടില്ല. 12 റെഡിയാക്കാം. UHBC ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പക്കെ അറിയാം, നമ്മൾ പേടിക്കണ്ട. ഇത് വിളിക്കും. ഇനി അടുത്തത് ജാമ്യം. എന്താ ജാമ്യം വയ്ക്കുന്നത്? വീടാണോ, വസ്തുവാണോ, ജോലിയാണോ, എന്താണ്? സത്യം പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല സാറേ. ഞാൻ പണിക്ക് കൊണ്ടുപോകണ ലേശം ഉളിയും പിന്നെ ഒരു കൊട്ടുപടി അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, കാർപ്പന്ററാണ് പുള്ളി. കാർപ്പന്റർ കോൺട്രാക്ടറാണ്. അത് കുഴപ്പമില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. സ്വന്തം ജാമ്യം ചെയ്യാം. സ്വന്തം ജാമ്യം? നിങ്ങൾ തന്നെ. ഞാൻ തന്നെ ജാമ്യം ചെയ്യാൻ കുഴപ്പമില്ല. അത് മതി. അതായത് നിങ്ങളെ ഈ ഹാർട്ട്, കിഡ്നി, ലിവർ അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ലിവറിന് എന്തെങ്കിലും ചെറിയൊരു തകരാറ് കാണും. എന്താന്ന് പുള്ളി ചെറുത് അടിക്കണ ഒന്നും നുണ പറയരുത്. അല്ല, അത് കുഴപ്പമില്ല. നമുക്കേ ഡോക്ടർ കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്ത് ഫുൾ സർട്ടിഫിക്കറ്റ് വരും. പിന്നെ അതിനുശേഷം നമ്മൾ പ്രൊസീജിയർ വരുള്ളൂ ലോണിന്റെ. അല്ല, നമ്മള് കാര്യം പറയണം. അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ ആൾജാമ്യം വെക്കുമ്പോ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന സംഭവമുണ്ട്, അത് ചെയ്യണം. ഗ്യാരണ്ടർ ആയിട്ട് ഒരാളെ വെക്കണം. നിങ്ങൾക്ക് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാല് ഗ്യാരണ്ടർ ആയിട്ട് ഒരാളാണ്. ആരാ വെക്കുന്നത്? അത് അമ്മ വെക്കാലോ? അമ്മ പറ്റത്തില്ല, അമ്മ ഏജ് ഓവറാണ്. വയസ്സ് കൂടിയില്ലേ? വേറെ എന്നാ പിന്നെ ഭാര്യ ചേർക്കാം. മതി ഭാര്യ മതി. ഭാര്യക്ക് വേറെ ഹാർട്ട്, കിഡ്നി, ലിവർ എന്ന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ അസുഖമുള്ള ആളല്ല. ഉണ്ടെങ്കിൽ നമ്മള് വിദ്യാഭ്യാസം ഉണ്ട് സാറേ. ഉണ്ട്. കുഴപ്പമില്ല, നമുക്കത് ഡോക്ടർ വന്നിട്ട് ഫുൾ സർട്ടിഫിക്കറ്റ് തരുമല്ലോ. അല്ല, ഈ ഡോക്ടർ അടുത്ത് പോണത് ഞാൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോണോ? UHBC ബാങ്കിനെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഇവിടെ വരും വീട്ടില്. അതെ, അതൊന്നും മേടിക്കണ്ട. അതിനോട് ചേർത്താ ഞങ്ങൾ പൈസ മേടിച്ചിരിക്കുന്നത്. അത് ശരി. ഇവിടെ വന്നവരൊക്കെ ചെക്ക് ചെയ്യും. കസ്റ്റമറിനെ കഷ്ടപ്പെടുത്താറില്ല. നമുക്ക് ഇനി ഫൈനലായിട്ട് നമുക്ക് ജാമ്യ വസ്തുവിന്റെ ഫോട്ടോ എടുക്കാമേ. ജാമ്യ വസ്തു എന്ന് പറഞ്ഞാൽ വാസു തന്നെയാണ്, നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ്. അതെയോ? അതെ, ഷർട്ട് വൃത്തിയുള്ളത് എടുക്കുക. വേണ്ട, ഷർട്ട് ഇത് മതി. ഇത് മതിയല്ലോ. സാധാരണ ഞങ്ങളെ ഇങ്ങനെയുള്ള ലോണുകൾക്ക് ഷർട്ട് ഇടാതെയാണ് എടുക്കുന്നത്. കുഴപ്പമില്ല, ഷർട്ട് ഇട്ടേക്കല്ലേ, കുഴപ്പമില്ല. ഫോട്ടോ എടുക്കാം അല്ലേ? മുടിയൊക്കെ ഒന്ന് ഇരുവച്ചേ. കുഴപ്പമില്ല, നിന്നോളൂ. ഇതിലൂടെ നോക്കുമ്പോൾ നന്നായിട്ടുണ്ടല്ലേ? ചേച്ചി ഒരു കുറവും തോന്നരുത്. കണ്ട ഒരു കുറവും തോന്നുന്നു. പിന്നെ ഗ്യാരണ്ടർ. അയ്യോ, ഞാനേ അതും കുഴപ്പമില്ല. അതിന് കാര്യമൊന്നുമില്ല. വേണ്ടെന്ന് നിൽക്കുക, ഞങ്ങൾ ഇവര് വന്നെന്നുള്ളൊരു തെളിവിന് വേണ്ടിട്ട്.
ജാമ്യ വസ്തുവിൻ്റെത് എടുത്തല്ലോ മാറിക്കോളൂ. ഒന്ന് ചിരിച്ചോളൂ. ചിരിക്കി ഒന്ന് ചിരിച്ചോ? കൈമാറ്റു കൊള്ളാം. കൊള്ളാം. ഇനി അമ്മ നിൽക്കും. അകത്തേക്ക് പോകും വെറുതെ തലയിട്ട് നിൽക്കണം. പിന്നെ നിങ്ങൾ 3 പേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, EMI ഒരു കാരണവശാലും മുടക്കം വരരുത്. ഇല്ല. അഥവാ 3 EMI ഒരുമിച്ച് മുടക്കം വന്നാൽ ഈ ജാമ്യ വസ്തുവിനെ ഞങ്ങളും കൊണ്ടുപോകും. ജാമ്യ വസ്തു ഈ ബോഡി ഞങ്ങളും കൊണ്ടുപോകും. പിന്നെ പലിശ, കൂട്ടുപലിശ, പലിശയുടെ പലിശ, മുതല് എല്ലാം അടച്ച ശേഷം മാത്രമേ ഇയാളെ ഞങ്ങൾ തിരിച്ചെത്തിക്കൂ. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. EMI അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ജീവഹാനി സംഭവിച്ചാൽ ഗ്യാരണ്ടറെ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. അതായത് ഈ ബോഡി ഞങ്ങളങ്ങ് കൊണ്ടുപോകും. ഞങ്ങളുടെ ബാങ്കിന്റെ നിങ്ങൾക്ക് നിന്നുള്ള ആൾക്കാർ എന്താണ് നിങ്ങൾക്ക്? സ്വന്തം ഭാര്യ പടം വെച്ചിട്ടാണ് ലോൺ എടുക്കുന്നത്.